ഹലോ, സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി വീഡിയോ കാണാം. ഇനി ഈ റവ ബോണ്ട തയ്യാറാക്കുന്നതിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്, വറുത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് മൈദ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ കൂടെ ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പെരുങ്കായത്തിൻ്റെ പൊടി, അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്, അപ്പോൾ ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് പച്ചമുളക്, ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കാം, അധികം പുളിയില്ലാത്ത തൈര്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരും റവയും അതുപോലെ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ബാക്കി ഐറ്റംസ് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് എടുത്ത അതേ പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളമുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് മാവ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ റവ ബോണ്ട തയ്യാറാക്കാനുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് റവ ബോണ്ട തയ്യാറാക്കാം. ഈ സമയം നമുക്ക് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം. അപ്പോൾ ഇനി ബോണ്ടയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ബോണ്ടയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റവ ബോണ്ട ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന റവ ബോണ്ട. അപ്പോൾ വൈകുന്നേരം നമുക്ക് സ്നാക്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ റവ ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.